ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പ്രസൻ എസ്കേപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ഗെയിമിലേക്കാണ്. അപ്പോൾ ഈ ഗെയിം ഞാൻ PC-ലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ കളിക്കാൻ പോണത്. ഈ ഒരു ഗെയിം ഗെയിമാണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ PFT സുസയും നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റും ഒക്കെ കളിച്ചൊരു ഗെയിമും കൂടി ആയതുകൊണ്ട് നമ്മുടെ ന്യൂബ് മാസ്റ്ററും കളിച്ചൊരു ഗെയിമാണിത്. അപ്പോൾ ഇതും നമുക്ക് എന്തായാലും കളിച്ചൊന്ന് നോക്കണമല്ലോ ഗൈസ്. ഇതൊരു ഡെമോ ഗെയിമാണ് ഗൈസ്. ഇതൊരു ഡെമോയായിട്ട് ഇറക്കിയിട്ടുള്ളൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മളിത് കളിച്ച് നോക്കാൻ പോവുകയാണ്. സെറ്റ് ഗെയിമാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പ്രിസൺ എസ്കേപ്പ് എന്ന് പറഞ്ഞ ഈ ഗെയിം നമ്മൾ ഈ കളിച്ച് കളിക്കും ഗൈസ്. നമ്മളിത് കളിക്കും. അപ്പോൾ നമുക്ക് ബാക്കി പാർട്ടുകളൊക്കെ ആയിട്ട് ഇറക്കണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം ആവാൻ സാധ്യത കുറവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഗെയിം അല്ല ഇത്. നിങ്ങൾക്ക് ഇതൊരു ഡെമോ ഗെയിമായതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ എന്നാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ലാത്ത ഗെയിമാണ് ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്. നമ്മളങ്ങനെ കളിക്കുന്നു. അതൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. എന്നതായിരിക്കും ചെയ്യുക. നമ്മളൊന്ന് കളിച്ചു നോക്കണം ഗൈസ്. എന്താണ് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത് എന്താണ്. ഇത് നമ്മൾ മാറ്റി ഇനി നമുക്ക് ചെയ്യേണ്ടത് കസേര എടുക്കുക. ഇവർ പറയണ പോലെയാണ് ഗൈസ് നമ്മൾ ചെയ്യേണ്ടത്. ടൈല് പൊട്ടിക്കണം കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് എന്നാണ് ചെയ്യേണ്ടത്, മണ്ണ് മാന്തണം. ടൈല് പൊട്ടിച്ചു, മണ്ണങ്ങനെ മാന്തണേ. ടൈല് പൊട്ടിച്ചു, പൊട്ടിക്ക് ഇനിയും പൊട്ടിച്ചോ. പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കസേര അവിടെ വെച്ചു. ഇനി എന്നാ ചെയ്യണ്ടേ, ഇവിടെ ഒരു ലെറ്റർ ഉണ്ട് ഗൈസ്. ലെറ്റർ വായിച്ചോ. ഇവിടെ ലെറ്റർ എടുക്കട. ലെറ്ററും കണ്ടില്ല ഗൈസ്. ലെറ്റർ എടുത്തു. ദർ ഈസ് ആൻ ബള. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി എന്നാ ചെയ്യണ്ടേ, എന്നാണ് എന്നതാണേ എടുക്കണേ. ഇത് എന്നാ ചെയ്യണ്ടേ ഗൈസ്. ഇതെനിക്ക് ആദ്യമായിട്ട് കളിക്കണോണ്ട് ഈ ഗെയിം എന്നാ ചെയ്യേണ്ടതെന്ന് പറയാൻ പാടില്ല. ഇതിൻ്റെ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കുറേ വീഡിയോസിൽ കണ്ടുകൊണ്ട് മാത്രം ഞാനിത് കയറ്റിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഇതിനിയും നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഇത് നമ്മൾ കളിച്ച് തീർക്കും. എന്തായാലും നിങ്ങൾ കാണേണ്ട ഒരു ഗെയിമാണ് കൂടിയാണ് ഗൈസ്. ഇത് സെറ്റ് ഗെയിമാണ്. കളിച്ച് നോക്കണം. കളിച്ച് നോക്കണം. ഇതിന് എൻട്രോ ഒന്നും ഇല്ലാത്ത ഗെയിമിന് ഗെയിമാണ്. അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇതിന് എൻട്രോ ഒന്നുമില്ല. അതിനാണ് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. എൻട്രോ ഉണ്ടെങ്കിലല്ലേ എല്ലാവരും മനസ്സിലാവുള്ളൂ. എൻട്രോയും ഇല്ല, ഒന്നുമില്ല. മാന്തണം എങ്ങനെയാണ് ഗൈസ്, എങ്ങനെയായിരിക്കും ഇനി മാന്തണ, എങ്ങനെയാണ് മാന്തണം എങ്ങനെയാണ് പറയണേ. ഇതെങ്ങനെയാണ് ഗൈസ് മാന്തണേ, എങ്ങനെയായിരിക്കും മാന്തുക, എങ്ങനെ മാന്തും ഗൈസ്. എനിക്കറിയാൻ പാടില്ലാട്ടോ എങ്ങനെ മാന്തണേന്നൊന്നും. നമുക്കൊന്ന് നോക്കട്ടെ ഗൈസ്. നമുക്കൊന്ന് നോക്കണം. കസേര എടുക്കണോ, മൂടി വെച്ചിട്ട്. ഇപ്പം മനസ്സിലായി ഗൈസ്. നമുക്കിപ്പം മനസ്സിലായി കളി എന്നതാണ്. സ്പൂണ് കൊണ്ട് ഇത് കോരിക്കളയണം. അതോ ചായ അടിക്കാനുള്ള സ്പൂണായിരിക്കും കേട്ടോ. ഞാനൊന്ന് മറിഞ്ഞു വീഴാൻ പോയി, അതാണ് ഗൈസ് അള്ളോന്ന് വിളിച്ചത്. നമ്മൾ ഗെയിമൊക്കെ തുടങ്ങിയതല്ലേ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. സെറ്റ് ഗെയിമാണ് പ്രസൻ എസ്കേപ്പ്. നിങ്ങളിതൊന്ന് കളിച്ചു നോക്കേണ്ട ഗെയിമാണ്. കളിച്ചു നോക്കി ഞാൻ പറയുന്നു ഗൈസ്. എന്തോ കിട്ടിയാലും തന്നെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ അയ്യോ, ഇവിടെ എന്തോ കുഴിച്ചതിന് മാത്രം മണ്ണ് വന്നിട്ടുണ്ട്. എന്താണ് ചെയ്യണ്ടേ, എന്താ ചെയ്യണ്ടേ.
മൂടിയിട്ടു. ചെയ്യണ്ടേ മണ്ണ് വരാൻ പറ്റുള്ളല്ലോ. ഇനി എന്നടാ ചെയ്യണേ? ഇതെങ്ങനെയാണെന്നൊന്നും മനസ്സിലാവില്ലാട്ടെ ഗൈസ്. മൊത്തം കൺഫ്യൂഷനാണ് ഗൈസ് ചെയ്യാൻ. ഭയങ്കര പാടുണ്ട്, ഭയങ്കര പാട്. ഇതിനകത്ത് ലഞ്ച് ബ്രേക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ലഞ്ച് ബ്രേക്കൊന്നും ഇല്ലാത്ത ഗെയിമാണ്. അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലഞ്ച് ബ്രേക്കൊന്നും ഇല്ല ഗൈസ് ഇതിനകത്ത്. അതായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇതിനെ എപ്പിസോഡായിട്ട് ഇറക്കണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ഇങ്ങനെയല്ലേ ഐഡിയ സെറ്റ്. സ്പൂൺ വെച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മളെടുത്തു. മണ്ണെടുക്കണം. ഇപ്പം മനസ്സിലായി. ഇനി കൊണ്ട് കക്കൂസി തള്ളുക. ഇനി ഇതും ഇച്ചിരി ബാക്കിയുണ്ട്, അതും കൂടെ കക്കൂസി പോയി തള്ളിയിട്ട് നമുക്ക് പോലീസിനെ വിളിക്കണം. മനസ്സിലായി. കക്കൂസി തള്ളി. അപ്പം ഇത് തൂറാനല്ലേ വെച്ചേ? അല്ലാട്ടോ തൂറല്ല, കക്കൂസ് വെച്ചാണ്. മണ്ണ് വാരിയിടാനായിരിക്കും. മുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വരട്ടെ. വരൂ. ഹായ് സാർ, അസ്സലാമു അലൈക്കും. തുറക്കാതെ. ഓയ് തുറന്നു. ഞാൻ ചെയ്യണേ കണ്ണടി ഒരു തടവേ. ഷർട്ടുമാൻ്റെ കൂടി എടുക്കാൻ എനിക്കറിയാം. അതാണ് ഞാൻ പോലീസ് ആയിക്കോളൂല്ലോ. ബള. എന്താണ് കൈസി ഗരീബിയം? നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിക്കണം അല്ലേ? 3 കൊടുത്ത് ഇവന് ഇത് തരുന്നു എനർജി. നമ്മളെ എനർജി ഫുള്ളായിട്ടുണ്ട് ഗൈസ്. നമ്മളിത് അടയ്ക്ക് ബെല്ലടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് കേൾപ്പിക്കാത്തത്. വരൂ സാർ വരൂ സാർ. വരൂ. നമ്മളങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും മണ്ണ് വാരാൻ തുടങ്ങാം ഗൈസ്. മണ്ണ് വാരി നമ്മൾ ഇൻവെൻട്രി ഫുള്ളാക്കും ഗൈസ്. നമ്മൾ ഫുള്ളാക്കിയിട്ടേ അടങ്ങുള്ളൂ. അങ്ങനത്തെ ആളല്ലേ നമ്മൾ ഇൻവെൻട്രി ഫുള്ളാക്കട്ടെ. മണ്ണ് വാറ മച്ചാനെ. ഒന്നും മണ്ണില്ല ഗൈസ്. എന്തോ കിട്ടേണ്ട എടുത്തോ. ഇത് സെറ്റ് ഗെയിം ആട്ടോ ഗൈസ്. ഇത് സെറ്റ് ഗെയിം. നമുക്ക് പുതിയ ചാക്കൊന്നും മേടിക്കാൻ പറ്റില്ലേ? പറ്റൂല ഗൈസ്. പറ്റൂല തോന്നുന്നു കേട്ടോ. പറ്റൂലായിരിക്കും. അതാണല്ലോ ഈ ഗെയിമിൻ്റെ പ്രത്യേകത. നമുക്കൊരു മൈൻക്രാഫ്റ്റ് ഒന്നും നമുക്ക് പറ്റില്ല ഗൈസ്. പറ്റിയ ഗെയിമല്ല അത്. പിള്ളേർക്ക് കളിക്കാനുള്ള ഗെയിമാണ് ഗൈസ്. പ്രത്യേകിച്ച് പറ്റിയ ഗെയിമൊന്നുമല്ല. 4 സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ആദ്യം ഇവിടെ വയ്ക്കട്ടെ. ഇത് വെക്കടാ. ഇനി നമ്മൾ വെച്ചിട്ട് സ്പൂൺ കട്ടിലടി കൊണ്ടിടണം. ഇവിടെ തന്നെ വെച്ചാൽ പോരെ. പിന്നെ ഇതിനെവിടെ കണ്ടേക്കണേ? തിരിച്ചു വരുമ്പോൾ സ്ഥലം കൂടെ വീട്ടിയേക്കാം ഗൈസ്. എന്തായാലും മണ്ണയല്ലേ ഒന്ന് പറഞ്ഞേക്കാം. മണ്ണെടുക്കടാ. എടുത്തു. ഇനി ഇത് കൊണ്ടക്കളയോ. കക്കൂസി തള്ളിക്കോ. ഇനി പോയി സാറിന് വിളിക്കടാ നിൻ്റെ പേട്ട ഊറ്റാളി സാറിനെ. തട്ടിയിട്ടുണ്ട്. ഇനി ഹായ്, അസ്സലാമു അലൈക്കും. വരൂ. പതിനാറ് 16 ടോയ്ലറ്റ് പേപ്പർ ഫോർ ദിസ്. മനസ്സിലായി. തന്നു. നമുക്ക് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് തന്നു. ഇനി നമുക്ക് നേരെ ഗെയിം കിടക്കാം. താട പഞ്ചാബി. പെട്ടെന്ന് താടാ. 5 കൊടുത്താൽ അത് തരാമെന്നാണ് പറഞ്ഞേക്കണം. നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തരൂ ബ്രോ. അതിനെ ഗൈസ് കയറോ? അയ്യോ ബെല്ലടിച്ചു. ഓടിക്കോ. ബെല്ലടിച്ചു. ഓടിക്കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക്
ഇനിയും നമുക്ക് കളിക്കാണ്ട്. ഇത് തീരണ ഗെയിമൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇന്നെങ്കാലം തീരാനും പോകാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ഭയങ്കര ഹാർഡൊന്നുമല്ല, എന്നാലും ഒരു സെറ്റ് ഗെയിമൊക്കെ ആണ് ഈ ഗെയിം. ഞാൻ കുറേ നാളായി കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഗെയിം കൂടി ആയതുകൊണ്ട് ഇത് കളിക്കാൻ വേണ്ടി കുറേ ദിവസമായി ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ ഇന്നിത് ഒരു ഗെയിം എനിക്ക് ഇന്ന് കിട്ടിയത് ഭാഗ്യം കൊണ്ടാണ് ഗൈസ്. ഇന്നാണിത് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായി കാണും ഇത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഇന്നാണ് ഇറങ്ങുന്നതെന്ന് തന്നെ എനിക്ക് തോന്നിയത്. സ്പാനറോ അല്ല, നമ്മളിതിനെ പോലീസുകാരൻ്റെ അടുത്ത് കച്ചവടം നടത്തണേ, അതെനിക്ക് മനസ്സിലാവുള്ള ഗൈസ്. പോലീസുകാരൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പോയി കച്ചവടം നടത്തണം, അതിൻ്റെ പരിപാടി ഇത്? പോലീസുകാരനും ബുദ്ധിയില്ലാത്ത പോലീസുകാരനാണോ? ബുദ്ധിയില്ല അതിന്. ബുദ്ധിയില്ലാത്ത പോലീസുകാരനാണ് ഗൈസ്. ഇതിനൊന്നും ബുദ്ധിയില്ല. 2 സാധനമായിട്ടാണ്. സമയടാ അതിനത് സമയടാ ഇപ്പം എന്നെ പിടിക്കൂടാ. എങ്ങനെ എണീക്കും? ഇപ്പം പിടിക്കൂടാ. സ്പൂൺ അടിയിലിട്ടു. എന്നെ ഇപ്പം പിടിക്കൂടാ. എന്നെ എങ്ങനെ രക്ഷിക്കടാ. ഇപ്പം എന്നെ ചെയ്യണേ? മണ്ണ് മാറ്റി കളയാൻ പറ്റില്ല. ഇനി ചെയ്യും ഗൈസ്. കയറ്. ഇതാണ് ഗെയിം. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ എപ്പിസോഡ് വേണമെന്ന് നോക്കണം ഗൈസ്. ഇത് നമ്മൾ നിർത്തി വെച്ചിട്ട് വീണ്ടും നോക്കുവാണെങ്കിൽ വീണ്ടും ഈ ഗെയിം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. റീകോളായിട്ട് കളിക്കേണ്ടി വരും കേട്ടോ ഗൈസ്. ചിലപ്പോൾ മാത്രം റീകോളായിട്ട് കളിക്കേണ്ടി വരും, ഉറപ്പായിരിക്കും. കക്കൂസിലെ മണ്ണ് അറിഞ്ഞൂടാ, കുത്തി ഇളക്കി വിടണമേ. ഇതൊക്കെയാണ് പോലെ. 6 സെക്കൻഡേ ഉള്ളൂ, പെട്ടെന്ന് നോക്കളെ. പണി. പെട്ടെന്ന്. നമുക്ക് പോലീസുകാരനെ വിളിക്കാം ഗൈസ്. പോലീസ് ചേട്ടായി, അസ്സലാമു അലൈക്കും. വരൂ. ഇപ്രാവശ്യം 15 തരാമെന്നാണ് പറഞ്ഞത്. പോടാ പട്ടി, എനിക്ക് 16 നടാവേ താടേ. 16 15 എനിക്കറിയാൻ പാടില്ല ഗൈസ്, എനിക്കറിയാൻ പാടില്ല. ഐ സി യു ബള. ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണുവരെ ബൈ.